ഞാനിപ്പോൾ ഉള്ള പെരുവണ്ണൂരാണ്. പെരുവണ്ണൂർ കവലയിലാണ്. ഇവിടുത്തെ ഒരു ചായക്കടയാണ്. ഈ ചേട്ടനോട് ഞാൻ ഇവിടുത്തെ ഒരു സ്ഥലത്തെ പറ്റിയും ചോദിക്കുകയാണ്. ചേട്ടാ, ഈ മട്ടിക്കുപ്പം അവിടെ അടുത്ത് തന്നെയാണോ? മട്ടിക്കുപ്പ് ഇവിടുന്ന് ഒരു 500 മീറ്റർ. അവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. ബ്ലാവ്, പന്നി, ആന, ഈ മൃഗങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണോ? അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ടോ? നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ മട്ടിക്കുപ്പം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ? ഈ കാണുന്നതാണ് പെരുവണ്ണൂർ ഗ്രൗണ്ട്. പിള്ളേര് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. എന്തായാലും സെറ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് പെരുവണ്ണൂർ വനത്തിന്റെ ഉള്ളോട്ടുള്ള വഴി. നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷെ പോകാൻ പറ്റില്ല. നമ്മൾ 1-2 പേരോടൊക്കെ ചോദിച്ചപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാന്റേഷൻ ആക്കി മാറ്റിയേക്കുവാണ്. പണ്ട് ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ പേരിൽ കേസ് എടുക്കും. അപ്പോൾ പോകാനുള്ള അനുമതിയില്ല. മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആനശല്യമാണ്. ആന, കാട്ടുപന്നി, അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ ശക്തമായിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് പോരെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം. എന്നാൽ കൂടിയും പെരുവണ്ണൂര് ഈ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ ഉള്ളിലൊരു വനപ്രദേശമുണ്ട്. ഇതിന്റെ അപ്പുറത്താണ് ഇഞ്ചിത്തൊട്ടി, നേരിയെങ്കിലും പല ഏരിയകളൊക്കെ വരുന്നത്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇതാണ് പെരുവണ്ണൂർ സെന്റ് ജോർജ് ദേവാലയം. ഗീവർഗീസ് പുണ്യാളന്റെ പള്ളിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഒരു പള്ളിയും ചുറ്റുപാടൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതാണ് പെരുവണ്ണൂർ മഹാദേവ ക്ഷേത്രം. ഒരു നെൽപ്പാടത്തിന്റെ ചുറ്റുവട്ടത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. എന്തായാലും ഞാൻ തന്നെ ഇതാ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നതാണ്. എൻ്റെ നാട്ടിലായിട്ട് കൂടി. എന്തായാലും ഇപ്പോഴെങ്കിലും കാണാൻ സാധിച്ചു. അമ്പലത്തിന്റെ 1-2 കാഴ്ച കാണിച്ചു തരാം കേട്ടോ.